ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ചെയ്യുന്നത്. പേജ് നമ്പർ 18, എക്സസൈസ് 1.3. നോക്കാം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. വെറും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. 369 ഡിവൈഡഡ് ബൈ ഡാഷ് ഇസ് ഈക്വൽ ടു 369. ഓക്കെ, ഏത് സംഖ്യയെ 369 ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 369 കിട്ടും? 369 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 369 സെയിം നമ്പർ തന്നെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എത്രയാണ്? 1 ഇട്ട് ചെയ്യുക അല്ലേ? 369 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 369 കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ ഇതല്ലേ കണ്ടുപിടിക്കണ്ടേ ഈ സംഖ്യ. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഓർത്തിരിക്കണേ, സെക്കൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആൻസറും നമ്മുടെ ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 369 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് മക്കളെ? 1. ഓക്കെ, ഇനി നമുക്ക് സൈൻ ശ്രദ്ധിക്കണം. ഇവിടെ ആൻസർ എന്നതാണ്? പ്ലസ് സൈൻ ആണ്. പ്ലസ് കിട്ടണമെങ്കിൽ 2 കണ്ടീഷൻ, 1 2 മൈനസ്, അല്ലെ 2 പ്ലസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആദ്യത്തെ നോക്കി എന്താണ്? പ്ലസ് ആണ്. അപ്പൊ കണ്ടീഷൻ ഒരെണ്ണം പ്ലസ് ആണെങ്കിൽ അടുത്തത് എന്ത് തന്നെ വരണം? പ്ലസ് വന്നാലേ ആൻസർ പ്ലസ് വരത്തുള്ളൂ. അപ്പൊ ഇത് എത്രയായിരിക്കും? പ്ലസ് തന്നെ. മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. -75 ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1 കിട്ടും? മുമ്പേ പറഞ്ഞതുപോലെ ഇത് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ്? അല്ലാതെ തന്നെ നമുക്കറിയാം 75 ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 1 വരണമെങ്കിൽ സെയിം സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മുടെ ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മുമ്പേ നോക്കിയേ, 369 നമ്മുടെ ആൻസർ കൊണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് നമ്മുടെ ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 വന്നു. ഒന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കറിയാം സെയിം സംഖ്യ കിട്ടണമെങ്കിൽ ആ സംഖ്യ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 75 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര തന്നെ ആൻസർ? ആ സെയിം സംഖ്യ 75. ഇനി നമുക്ക് സൈൻ നോക്കാം. ആൻസർ മൈനസ് ആണ്. ആൻസർ മൈനസ് വരണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ, ഒരാൾ പ്ലസും ഒരാൾ മൈനസും. ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഒരാൾ മൈനസ് കിടപ്പുണ്ട്. അപ്പം അടുത്ത ആൾ തന്നെ ആയിരിക്കണം പ്ലസ്. കിട്ടിയല്ലോ. അടുത്തത് -206 ഡിവൈഡ് ബൈ ഡാഷ് ഇസ് ഈക്വൽ ടു 1. നമ്മൾ പറഞ്ഞത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് കിടക്കുന്നതിനെ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ വേറെയാണ്. സെക്കൻഡ് കിടക്കുന്ന ആളെയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കിട്ടുന്ന ആൻസറിനെ കിട്ടുന്ന ആൻസർ അല്ല, ഈ 206 തന്നിരിക്കുന്ന സംഖ്യയെ ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും മക്കളെ? 206 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 206 തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആലോചിക്കണം? ആൻസർ 1 വരണമെങ്കിൽ സെയിം സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. കണ്ടോ, ആൻസർ 1 വരണമെങ്കിൽ സെയിം സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ സെയിം സംഖ്യ കിട്ടണമെങ്കിൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് 206 കിട്ടി. സൈൻ ശ്രദ്ധിക്കണം. +1 ആൻസർ +1. പ്ലസ് വരണമെങ്കിൽ 2 കണ്ടീഷൻ, 1 2 മൈനസ്, അല്ലെ 2 പ്ലസ്. ഇവിടെ ക്വസ്റ്റ്യനിലോട്ട് വന്നേ, ക്വസ്റ്റ്യൻ ഒരാൾ മൈനസാണ്. അപ്പം 2 മൈനസ് വന്നാലേ പ്ലസ് ആകത്തുള്ളൂ ആൻസർ. അപ്പൊ ഇയാളെ കൂടെ എന്നാ കൊടുക്കണം? നമുക്ക് മൈനസായി. മനസ്സിലായോ? ഓക്കെ, ഇനി ഇവിടുത്തെ കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യാം? ഇത് കണ്ടുപിടിക്കണ എന്നെ ചെയ്താൽ മതി. ഇതിനെ ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 87 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ഇനി സൈൻ ശ്രദ്ധിക്കണം. ആൻസർ പ്ലസ് വരണമെങ്കിൽ 1 2 മൈനസ്, അല്ലെ 2 പ്ലസ്. ക്വസ്റ്റ്യനിലേക്ക് വന്നേ, ഇയാൾ മൈനസാ. കണ്ടോ, അപ്പൊ 2 മൈനസ് ആകണം. -1. എളുപ്പമല്ലേ മക്കളെ? ഓക്കെ, ഇനി ഇവിടുത്തെ ആളെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ. ഇത്ര നേരം നമ്മൾ കണ്ടുപിടിച്ചത് സെക്കൻഡ് ആണ്. സെക്കൻഡ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ഞാൻ എന്നാ പറഞ്ഞു തന്നെ? ഇതിനെ ഈ കിടക്കുന്ന ഫസ്റ്റിനെ നമ്മുടെ ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആൻസർ കൊണ്ട് ഡിവൈഡ്. അല്ലെങ്കിൽ എന്താണ് വേറെ കാര്യം? അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം, ആൻസർ 1 കിട്ടണമെങ്കിൽ സെയിം സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സെയിം സംഖ്യയാണ് ആൻസർ കിട്ടണമെങ്കിൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതായിരിക്കും ഓർത്തിരിക്കാൻ എളുപ്പം. ഏത്? ഫസ്റ്റ് കിടക്കുന്ന ആൻസർ കിട്ടണമെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി ഫസ്റ്റ് 1 കണ്ടുപിടിക്കട്ടെ. അപ്പൊ എന്താ ചെയ്താൽ മതി? ഇവരെ തമ്മിലങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ. 87 × 1 87 തന്നെ. കണ്ട, എളുപ്പ വഴിയല്ലേ? ഇനി സൈൻ ശ്രദ്ധിക്കാം. ആൻസർ മൈനസ് വരണമെങ്കിൽ
ഒരാൾ പ്ലസും ഒരാൾ മൈനസും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 1 പ്ലസ്സാണ്. അപ്പോൾ നമ്മൾ ഇനി എന്തിട്ട് കൊടുക്കണം? മൈനസായി. മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് വൺ കണ്ടുപിടിക്കാൻ പോകുന്നു. ഫസ്റ്റ് വൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേ, ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ. 48 × 1 48 തന്നെ. കണ്ടോ, എളുപ്പമല്ലേ മക്കളെ? ഓക്കെ, സൈൻ എല്ലാം വന്നു മൈനസ്. സൈൻ മൈനസ് വരണമെങ്കിൽ ഒരാൾ പ്ലസും ഒരാൾ മൈനസും. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നപ്പോൾ ആൾ ഓൾറെഡി പ്ലസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഇനി ആരെയായിരിക്കും കൊടുക്കണ്ടേ? മൈനസ്. കേട്ടോ, പ്ലസ് സൈൻ കൊടുക്കുന്നുണ്ട്. സൈൻ കൊടുക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇവിടുത്തെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരെയും കൂടെ എന്ത് ചെയ്യണം? ഡിവൈഡ്. 28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാ? 10 അല്ലേ? അതിന് സൈൻ കൊടുത്തേ. ആൻസർ എന്താണ്? മൈനസ്. മൈനസ് വരണമെങ്കിൽ ഒരാൾ പ്ലസും ഒരാൾ മൈനസും. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ആൻസർ പ്ലസ് തന്നിട്ടുണ്ട് അല്ലേ? ഒരാൾ പ്ലസ് ഒരാൾ മൈനസ് ആയിരിക്കണം. ആൻസർ ക്വസ്റ്റ്യൻ ഓൾറെഡി പ്ലസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആള് മൈനസ്. ഇനി മുമ്പത്തെ പോലെ ഇവിടുത്തെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അഭിപ്രായം പറഞ്ഞേ, ഇവരെ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ. 4 × 3 12. സൈനിലേക്ക് പോകാം. സൈന് മൈനസ് ആണ് ആൻസർ. മൈനസ് വരണമെങ്കിൽ ഒരാൾ പ്ലസും ഒരാൾ മൈനസും. ക്വസ്റ്റ്യനിൽ ഓൾറെഡി പ്ലസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തിട്ട് കൊടുത്തേ മതിയാകത്തുള്ളൂ? ഇനി മൈനസ് ഇട്ട് കൊടുത്തേ മതിയാകത്തുള്ളൂ. മനസ്സിലായോ? എളുപ്പവഴിയല്ലേ ഇത്? എങ്ങനെയാണ് സെക്കൻഡ് വണ്ണ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് വണ്ണിനെ ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് വണ്ണാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആൻസറും സെക്കൻഡ് വണ്ണും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എളുപ്പമല്ലേ? എന്നിട്ട് ക്വസ്റ്റ്യൻ, എന്നിട്ട് നിങ്ങൾ സൈൻ ശ്രദ്ധിക്കുക. സൈൻ അത് കഴിഞ്ഞ് കൊടുത്താൽ മതി. സൈൻ എന്നിട്ട് ആൻസറിൻ്റെ സൈൻ നോക്കി പ്ലസ് ആണോ മൈനസ് ആണോ ആൻസർ വരേണ്ടത് അത് നോക്കി മറ്റേത് രണ്ടിനും സൈൻ കൊടുക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് സൈൻ കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനാണ് സൈൻ പ്ലസ് വേണോ മൈനസ് വേണോ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ മക്കളെ, ഇത് എളുപ്പമാണ്, ശകലം പാടാണ്. ശകലം പാടുന്ന സൈൻ ഇട്ട് കൊടുക്കാനുള്ള ഒരു ചെറിയ പാടേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് കാണാം, 2 പ്രാവശ്യം ഒന്ന് കാണാം, പിന്നെ നിങ്ങൾ തന്നെ ചെയ്യും. അതിന് പറയും. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കേ. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു മക്കളെ.